നമസ്തേ. ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന പൂജാദ്രവ്യങ്ങളും പുഷ്പങ്ങളും ശുദ്ധമായിരിക്കണം എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് കേരള മാർഗദർശക് മണ്ഡൽ എക്സിക്യൂട്ടീവ് യോഗം. കേരളത്തിലെ സന്യാസി സമൂഹത്തിന്റെ പരമാധികാര സഭയായ മാർഗദർശക് മണ്ഡലത്തിന്റെ കോട്ടയത്തു ചേർന്ന എക്സിക്യൂട്ടീവ് സമിതി ദേവസ്വം ബോർഡുകളോടും ഇതര ക്ഷേത്ര സമിതികളോടും ഇത് ആവശ്യപ്പെട്ടു. ഈ വർഷം തിരുപ്പതി ക്ഷേത്രത്തിലും 2 വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിലും ഉണ്ടായ പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൃത്യമായ പരിശോധന നടത്തി ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടതാണ്. പൂജാദ്രവ്യങ്ങളുടെ ഗുണനിലവാരവും ദേവ ചൈതന്യവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അക്കാര്യം ദേവസ്വം ബോർഡുകളും ഇതര ക്ഷേത്ര ഭരണ സമിതികളും ശ്രദ്ധിക്കണം. കഴിവുള്ള ക്ഷേത്ര സമിതികൾ പരമാവധി ഗോശാലകൾ സ്ഥാപിക്കണം എന്നും യോഗം ആവശ്യപ്പെട്ടു. സനാതന ധർമ്മ പ്രവർത്തനം വ്യാപകമാക്കാൻ കുടുംബയോഗങ്ങളും സന്യാസി യാത്ര നടത്താനും അടുത്ത വർഷം പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയിൽ കേരളത്തിൽ നിന്ന് പ്രതിനിധികളെ പങ്കെടുപ്പിക്കുവാനും യോഗത്തിൽ തീരുമാനമായി. തിരുനക്കര വിശ്വ ഹിന്ദു പരിഷത്ത് കാര്യാലയത്തിൽ നടന്ന യോഗം കൊട്ടാരക്കര സദാനന്ദപുരം അവധൂതാശ്രമം മഠാധിപതി ചിദാനന്ദ ഭാരതി സ്വാമികൾ ഭദ്രദീപം കൊളുത്തി യോഗം ഉദ്ഘാടനം ചെയ്തു. സ്വാമി ചിദാനന്ദപുരി, പ്രജ്ഞാനന്ദ തീർത്ഥപാദർ, അധ്യാത്മാനന്ദ സരസ്വതി, സൽസ്വരൂപാനന്ദ സരസ്വതി, വേദാമൃതാനന്ദപുരി, അമൃതാനന്ദ ഭാരതി, അയ്യപ്പദാസ് സ്വാമി, ബ്രഹ്മസ്വരൂപാനന്ദ, സുധീർ ചൈതന്യ, കൃഷ്ണ പൂർണിമാമയി തീർത്ഥ, ബ്രഹ്മബാധാനന്ദ സരസ്വതി, പ്രണവാനന്ദ സരസ്വതി, ആനന്ദ ചൈതന്യ, ദേവ ചൈതന്യാനന്ദ സരസ്വതി, വിശുദ്ധാനന്ദപുരി, വീതസംഗാനന്ദ സ്വാമിജി, വിഷ്ണുപ്രിയാനന്ദ സരസ്വതി, ശിവാനന്ദ തീർത്ഥ, വിദ്യാനന്ദ സരസ്വതി, ദയാനന്ദ സരസ്വതി, ദേശീയ ജോയിന്റ് ജനറൽ സെക്രട്ടറി സ്ഥാണു മാലയൻ, ദേശീയ ജോയിന്റ് സെക്രട്ടറി നാഗരാജ്, ക്ഷേത്രീയ സംഘടനാ സെക്രട്ടറി കേശവരാജു, സംസ്ഥാന ജനറൽ സെക്രട്ടറി VR രാജശേഖരൻ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, MK ദിവാകരൻ, ധർമാചാര്യ സമ്പർക്ക് പ്രമുഖ് PN വിജയൻ, സത്സംഗ പ്രമുഖ് ഓമനക്കുട്ടൻ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു.